ഒഴുകി നിറഞ്ഞ മനം നിറച്ച അനുഭവമായി കലോത്സവത്തിലെ നാടക കാഴ്ചകൾ. ആവർത്തനം കൊണ്ട പലതും അരങ്ങിൽ മങ്ങിയപ്പോൾ മികവിന്റെ കാഴ്ചകൾ പ്രതീക്ഷകളായി. രണ്ടാം ദിനത്തിലെ നാടകവേദിയുടെ കാഴ്ച. നാടകങ്ങൾ ആരംഭിക്കുകയായി. പതിയെ തെളിയുകയായിരുന്നു നാടകവേദി. പല കഥകളുടെ സ്വതന്ത്രാവിഷ്കാരങ്ങൾ നാടകാസ്വാദകർ സ്വീകരിച്ചു. നാടകത്തോടുള്ള ഈ നാടിന്റെ സ്നേഹം പതിയെ നിറഞ്ഞു തൂകി സദസ്സിൽ. ഇരിപ്പിടങ്ങളുടെ വിടവുകൾ ഇല്ലാതായി. കലയുടെ ഇഴയെടുപ്പം കടുത്തു. ചാവുചരിതം, ആരാച്ചാർ, കരിങ്കോഴി, കലാസമിതി നീളുകയാണ് നാടകനിര. പലതും കതിരായി വിരിഞ്ഞു. നിരാശപ്പെടുത്തുന്ന ആവർത്തനവുമുണ്ടായി. അകക്കാമ്പ് നോക്കി സ്വീകരിക്കുന്ന ആസ്വാദകർക്കെന്നാൽ എല്ലാം കല. അതുൾക്കൊള്ളുന്നു വിമർശനങ്ങളെയും. ഏകദേശം 1000-ഓളം നാടകങ്ങൾ ഈ വർഷം കേരളത്തിലെ സ്കൂളുകളിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടി ഒരു റിസൾട്ട് വന്ന് ഫലിക്കുന്നതാണ് ഈ സംസ്ഥാന നാടകോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടകോത്സവം. എങ്കിലും നാടക മത്സരങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന 1-2 നാടകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും പുതിയ കാലത്ത് അനുഭവിക്കുന്ന വിഷയങ്ങൾ, പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികളിലൂടെ സംവദിക്കുന്ന കാര്യത്തിൽ ചില നാടകങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊതുവിൽ കയ്യടി തന്നെ. രാത്രി വൈകി നിരത്തുകൾ ഒഴിയുമ്പോഴും രണ്ടാം വേദി പുറത്തേക്ക് നിറഞ്ഞു. നാടകാചാര്യന്മാരുടെ മണ്ണ് പുതുതലമുറയുടെ വഴികളിൽ കുളിർക്കൊണ്ടു. കലോത്സവ നഗരിയിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം അനൂപ് കെ ആർ.